നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 156 156. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. സ്ഥിരം സുഖം ച ആസനമാശ്രിതോ യതിർ യഥാ ജിഹാസുരിം അമംഗ ലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണം നിയശ്ചേൻ മനസാ ജിതാസു. ഇതാണ് ശ്ലോകം. ഒന്നുകൂടി പറയാം. സ്ഥിരം സുഖം ച ആസനമാശ്രിതോ യതിർ. എങ്ങനെ വായിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കും ചെയ്യാം. ച ആസനം ആശ്രിതോ യതിർ യഥാ ജിഹാസുരിം അമംഗ അമംഗ ലോകം കാലേ അല്ല സ്ഥിരം സുഖം ച ആസനമാശ്രിതോ യതിർ യഥാ ജിഹാസൂർ ഇമ അംഗ. ഇമ അംഗ എന്ന് വേണം കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡ് കൂടി. യഥാ ജിഹാസൂർ ഇമ അംഗ ലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണം നിയശ്ചേൻ മനസാജിതാസു. അപ്പോൾ പറയണു അവിടെ അംഗ എന്ന് പറഞ്ഞാൽ ഹേ രാജൻ, ഹേ രാജാവേ, ഉറപ്പും സുഖവുമുള്ള ആസനത്തെ ആശ്രയിച്ചിരിക്കുന്ന യോഗി ഈ ശരീരത്തെ ഉപേക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവനാകുമ്പോൾ, പണ്ടൊക്കെ ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഈ ശരീരം എപ്പോഴാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഉപേക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവനാകുമ്പോൾ കാലത്തിലും ദേശത്തിലും മനസ്സിനെ ഉറപ്പിക്കരുത്. അത് നമ്മുടെ കാര്യമല്ല. പ്രാണനെ ജയിച്ചവൻ മനസ്സുകൊണ്ട് പ്രാണനെ അടക്കണം. പ്രാണനിരോധം ചെയ്തിട്ട് വേണം പ്രാണനെ ശരീരത്തിൽ നിന്ന് വിടർത്താനാണ് ടെക്നിക്കാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. മരണം അടുത്തിരിക്കുന്ന പുരുഷൻ ചെയ്യേണ്ടതായ സംഗതിയെയാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ ഇഷ്ടം പോലെ ദേഹത്തെ ഉപേക്ഷിക്കുവാൻ തക്കവിധം യോഗം സ്വാധീനപ്പെട്ടിരിക്കുന്ന പുരുഷൻ്റെ കൃത്യത്തെ വിവരിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യണം. ഹേ രാജാവേ, പ്രാണജയം സമ്പാദിച്ചിരിക്കുന്ന യോഗി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉത്തരായണാദി കാലത്തെയോ പുണ്യക്ഷേത്രാദി ദേശത്തെയോ ആശ്രയിക്കണമെന്ന് വിചാരിക്കരുത്. അതായത് ഒരാൾക്ക് അങ്ങനെ സാധിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് അതിനുള്ള നിവൃത്തി ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ അഭയം പ്രാപിച്ച ഒരാൾക്ക് ഏത് സമയവും പ്രാണനെ ത്യജിക്കാം. അതിന് നിർബന്ധം പിടിക്കരുത്. അല്ലേ? തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞ മാതിരി അതിന് നല്ല ദിവസമില്ല. കാരണം ഈശ്വരനാണ് നമ്മളെ ഇതിനൊക്കെ നിയമിച്ചിട്ടുള്ളത്. ആ ഈശ്വരീയത എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ നശിക്കാൻ പോകുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ദിവസം നോക്കേണ്ട ആവശ്യമില്ല. അതൊന്നുമല്ല അവന് സിദ്ധി ഹേതു എന്നാണ് പറഞ്ഞത്. അവൻ അഭ്യസിച്ചിരിക്കുന്ന യോഗം തന്നെ സിദ്ധിപ്രദം എന്നുള്ള ഉറപ്പോടുകൂടെ സ്ഥിരവും സുഖവുമായ ആസനത്തിലിരുന്ന് മനസ്സോടുകൂടെ പ്രാണൻ്റെ ഗതിയെ അടക്കണം. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയും അടങ്ങും.
ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി അടങ്ങണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ ജയിക്കണം. ഇനി 16-ാമത്തെ ശ്ലോകം നോക്കുക. മനസ്സബുദ്ധ്യാം അലയാം നിയമ്യാം മനസ്സബുദ്ധ്യാ അമലയാം നിയമ്യ ക്ഷേത്രജ്ഞയേതാം നിനയേത്തമാത്മനി ആത്മാനം ആത്മന്യവരുദ്ധ്യധീരോ ലബ്ധോപശാന്തിർവിരമേധ കൃത്യാത്. മനസ്സബുദ്ധ്യാ അമലയാ നിയമ്യ ക്ഷേത്രജ്ഞയേതാം നിനയേത്തമാത്മനി ആത്മാനം ആത്മന്യവരുദ്ധ്യധീരോ ലബ്ധോപശാന്തിർവിരമേധ കൃത്യാത്. ഇതിനർത്ഥം പറയുമ്പോൾ അമലയാം എന്ന് പറഞ്ഞാൽ ചലനമില്ലാതെയായ, ചളിയില്ലാത്തത്, ചലനമില്ലാതെയായ തൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കിയിട്ട് ഇതിനെ ജീവാത്മാവിലും, പ്രാണനെ ജീവാത്മാവിലും അതിനെ പരമാത്മാവിലും, ആത്മാവിനെ പരമാത്മാവിലും നയിക്കണം. അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗവത തത്വങ്ങൾ മനസ്സിലാക്കി അവരവർ ചെയ്യേണ്ടതാണ്. അവരവരുടെ പ്രാണനെ അടക്കി, മനസ്സിലടക്കി, മനസ്സിനെ ആത്മാവിലടക്കി, ആത്മാവിനെ പരമാത്മാവിൽ അടക്കുക എന്നുള്ളതിനെയാണ് ഇവിടെ നിനയേത്, നയിക്കണം. ആത്മാനം പരമാത്മാവിനെ തന്നിലും ലയിപ്പിച്ചിട്ട് ഉപശാന്തിയെ ലഭിച്ചിരിക്കുന്ന ധീരൻ കൃത്യത്തിൽ നിന്ന് വിരമിക്കണം. പിന്നെ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, കൃത്യത്തിൽ നിന്ന് വിരമിക്കണം എന്നാണ് പറഞ്ഞത്. അതിന് സംബന്ധിച്ചിട്ടുള്ള ഭാവാർത്ഥം പറയാം. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടക്കിയാൽ ചാഞ്ചല്യം നരച്ചു. ചാട്ടം, അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ, ഇടതാണോ വലതാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മനസ്സ് എന്ന മഹത്തത്വം നിലച്ചു. നിശ്ചലാത്മകമായി ആ ബുദ്ധിയാണ് പിന്നെയുള്ളത്. അതിൻ്റെ ദൃഷ്ടാവായ, ഈ ബുദ്ധിയുടെ ദൃഷ്ടാവാരാ? ആത്മാവ്. ദൃഷ്ടാവായ ജീവനിൽ അതിനെ ലയിപ്പിക്കണം. ദൃശ്യയായ ബുദ്ധിയെയും, ബുദ്ധി ദൃശ്യമാണെന്നാണ് പറഞ്ഞത്, ദൃശ്യയായ ബുദ്ധിയെയും വിട്ട് ദ്രഷ്ടാവായ ജീവരൂപനായിരിക്കണം. അതായത് ഈ ബുദ്ധിനെ ജീവനിൽ ലയിപ്പിക്കാം. പിന്നെ ജീവനെ എല്ലാറ്റിലും ജീവനായിരിക്കുന്ന പരമാത്മാവിൽ ലയിപ്പിക്കണം. ആ പരമാത്മാവ് തന്നെയാണ് താൻ എന്ന് കാണണം. ഇതാണ് എൻ്റെ ആവശ്യം. ഏത്? പരമാത്മാവ് തന്നെയാണ് താൻ എന്ന് കാണണം. അതെല്ലാവർക്കും സാധിക്കില്ല. സാധിക്കണവർ സാധിച്ചിട്ടില്ലെങ്കിൽ അത് അപരാധമാണ്. എല്ലാവരെയും നമ്മൾക്ക് നോക്കൂ. ഇതിൽ ഈ ഭാഗവത മാഹാത്മ്യത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്താ കഥ? ദുന്ദുകാരിയുടെ പ്രേതത്തെ രക്ഷിക്കാൻ വേണ്ടി ഗോകർണൻ ഒരു സപ്താഹം ചെയ്തു. അതിൽ 7 ദിവസവും വായു ആഹാരം ചെയ്ത ആ ദുന്ദുകാരിയുടെ പ്രേതരൂപത്തിന് മോക്ഷം കിട്ടി. അപ്പോൾ ഗോകർണൻ ചോദിച്ചു ആരോടെ? ഈ വിഷ്ണുവിൻ്റെ പാർഷദന്മാരോട്, എന്താ ഇങ്ങനെ ചെയ്യണത്? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ എന്നായി. അപ്പോൾ പറഞ്ഞു, എല്ലാവരും കേട്ടു, പക്ഷേ അവരത് ഉൾക്കൊണ്ടിട്ടില്ല. ഇതാണ് ഇത്. അപ്പോൾ നമ്മൾ കേട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോക്ഷം കിട്ടും. അത് പറഞ്ഞപ്പോൾ ഗോകർണൻ എന്ത് ചെയ്തു? കുറച്ച് സമയമെടുത്ത് രണ്ടാമതൊരു സപ്താഹം ചെയ്തു. അതിൽ എല്ലാവരും ഭക്തിശ്രദ്ധയോടുകൂടി കേട്ടു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വന്ന് എല്ലാവരെയും അതത് വിമാനത്തിൽ വൈകുണ്ഠത്തിലേക്ക് അയച്ച് ഭഗവാൻ
തുളസിമാലയിട്ട് ഗോകർണനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ഭഗവാന്റെ രഥത്ത് കയറ്റിയിട്ടാണ് കൊണ്ടുപോയത്. ഇന്ന് കഷ്ടകാലമെന്ന് പറയാം. ആചാര്യന്മാർ മാഹാത്മ്യത്തിൽ കൈവയ്ക്കില്ല. അത് കാരണം ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം സമയത്തും പലപ്പോഴും നമ്മൾക്ക് ഒരേ കാര്യം ആവർത്തിക്കേണ്ടതായിട്ട് വരും. എന്തിന്? അവിടെ ആവർത്തന വിരസത ഇല്ല. കാരണം ഓരോ സമയത്തും യജ്ഞവേദിയിൽ വരുന്ന ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കേട്ടതന്നെ കേൾക്കുമ്പോൾ അവർക്കത് ഉറയ്ക്കാനുള്ളൊരു സൗകുമാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പരമാത്മാവ് തന്നെയാണ് താൻ എന്നും കാണണം. ഇപ്പോൾ തന്നെ കൂടാതെ മറ്റൊന്നുമില്ലാതായതിനാൽ പരമശാന്തി സിദ്ധിച്ചു. എല്ലാം ആത്മമയമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ ശാന്തിക്ക് എതിരായിട്ട് അശാന്തിക്ക് കാരണം ഉണ്ടാവില്ല. പിന്നെ ഇതിനു മീതെ പ്രാപിക്കേണ്ടതായ സ്ഥാനമൊന്നുമില്ലാത്തതിനാൽ ധീരനായ ഈ യോഗിക്ക് ഇനിമേൽ പ്രവർത്തിക്കേണ്ടതൊന്നുമില്ല. അവൻ കൃത്യത്തിൽ നിന്ന് പിരിഞ്ഞ് പരമാത്മസ്വരൂപനായിട്ട് അവസ്ഥിതി ചെയ്തു കഴിഞ്ഞു. അതായത് ലയിച്ചു കഴിഞ്ഞു. സമുദ്രത്തിലെ അനേകായിരം നദികളിലെ ജലം പോയി ചേരുന്നു. അതിന് ചേർന്നതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിൽ ഏതൊക്കെ നദികളുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സമുദ്രമായി, ലവണം സ്വാദുവായി. 17ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. നയത്ര കാലോ അനിമിഷാം പരപ്രഭു കുതോനു ദേവാ ജഗദാം യൈഷിരേ നയത്ര സത്വം ന രജസ്തമശ്ച ന വൈ വികാരോ ന മഹാൻ പ്രധാനം. നയത്ര കാലോ അനിമിഷാം പരം പ്രഭു കുതോനു ദേവാ ജഗദാം യൈഷിരേ നയത്ര സത്വം ന രജസ്തമശ്ച ന വൈ വികാരോ ന മഹാൻ പ്രധാനം. അനിമിഷാം നിമേഷമില്ലാത്തവരായ ദേവന്മാരുടെ, അതായത് അവർക്ക് സമയപ്രക്രിയയില്ല. നിമേഷമില്ലാത്തവരായ ദേവന്മാരുടെ ശ്രേഷ്ഠനായും പ്രഭുവുമായിരിക്കുന്ന കാലപുരുഷൻ യാതൊന്നിൽ ഇല്ലയോ ലോകങ്ങളെ യാതൊരുത്തൻ നിയമിക്കുന്നുവോ ദേവന്മാർ പിന്നെ പറയണമോ? യാതൊന്നിൽ സത്വവും രജസ്സും തമസ്സും അഹങ്കാരവും മഹത്തത്വവും അവ്യക്തവും ഇല്ല. അതായത് ഈശ്വരൻ നിരാകാരനാണ്, അവിടെ അവ്യക്തമാണ്, ഒന്നും വ്യക്തതയല്ല. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഈശ്വരൻ നിരാകാരനാണ്. ആ നിരാകാരത്തിൽ നമ്മൾ എത്തണം. അതാണ് ഈ ശരീരം വെടിഞ്ഞാൽ പിന്നെ ജനിക്കാതെ ഇരിക്കണമെന്ന് പറയാൻ കാരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ആ നിലയിൽ എത്തിയവൻ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു, അവന് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞതിനു കാരണം കാണിക്കുന്നു. ഇനി അവന് സാധിക്കേണ്ടതൊന്നുമില്ല, എല്ലാം സാധിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ പരമാത്മസ്വരൂപനായിരിക്കുന്ന അവനിൽ, ആ പരമാത്മസ്വരൂപത്തെ സ്വീകരിക്കുക കാരണം അവനിൽ ദേവന്മാരെയും ബാധിക്കുന്നതായ കാലം പ്രവേശിക്കയില്ല. പരമാത്മതത്വത്തെ മനസ്സിലായവന് പിന്നെ കാലത്തിൻ്റെ കുത്തിയൊഴുക്കിനെ പറ്റിയിട്ട് ഭയമില്ല. അപ്പോൾ പറഞ്ഞു, ആത്മാവായിരിക്കുന്ന അവൻ നാശത്തെ അതിക്രമിച്ചവനാകുന്നു. ആത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ നാശത്തെ അതിക്രമിച്ചു. നാശം ശരീരമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. കാലവും കൂടെ അവനെ ബാധിക്കാതിരിക്കെ കാലത്താൽ ബാധിക്കപ്പെടുന്ന ദേവന്മാർക്കും ദേവന്മാരാൽ നിയമിക്കപ്പെടുവാൻ യോഗ്യന്മാരായ ജഗത്തിലുള്ള മറ്റുള്ളവർക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മൾ പറയും കണ്ണ്, ദൃഷ്ടി, പ്രാക്ക് എന്നൊക്കെ പറയും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. പക്ഷേ സദാസേവ്യ ഭാഗവതത്തെ ഭഗവാനെ സദാ സേവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ കണ്ണും പ്രാക്കും ദൃഷ്ടിയൊന്നും ബാധകമല്ല. ഒരു ദേവനും ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അയാളെയാണ്. കാരണം അയാൾ ആത്മാവാണ്. ശരീരബോധം ഉള്ളപ്പോഴാണ് ദുഃഖം ഉണ്ടാവുള്ളൂ. ശരീരബോധം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ദുഃഖം?
അപ്പോൾ അവനെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളോ അത് നിമിത്തമുണ്ടാകുന്ന അഹങ്കാരമോ മഹത്തത്വമോ അവ്യക്തമോ ഒന്നും നിലനിൽക്കില്ല, ആ നിലയിലില്ല. അവൻ സ്വയമേവ നിർവികാരാനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. നോക്കൂ, ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നാം ശരീരധർമ്മങ്ങളെ ഒഴിവാക്കി പ്രാണനെ ജീവനിലും ജീവനെ ആത്മാവിലും ആത്മാവിനെ പരമാത്മാവിലും ലയിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ നിർവികാര ആനന്ദ സ്വരൂപനായിട്ട്, നിർവികാരം എന്ന് പറഞ്ഞാൽ വികാരങ്ങളില്ല, വിചാരത്തു കൂടെ മാത്രം വിചാരങ്ങൾ, നിർവികാര ആനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 18ാമത്തെ ശ്ലോകം. പരംപദം വൈഷ്ണവമാമനന്തി തദ് യന്നേതി നേതി ന ഇതി നേദിത്യതദുൽസൃഷ്ടവാം വിസൃജ്യ ദൗരാത്മ്യമനസ്യ സൗഹൃദാ ഹൃദോപഗുഹ്യാർഹപദം പദേ പദേ. പരംപദം വൈഷ്ണവമാമനന്തി തത് യന്നേതി നേദീത്യതദുൽസൃക്ഷവ വിസൃജ്യ ദൗരാത്മ്യമനസ്യ സൗഹൃദാം ഹൃദോപഗുഹ്യാർഹപദം പദേ പദേ. വളരെ എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. യാതൊന്ന് ഹേതുവായിട്ട്, ഏതൊന്നോ അത് യാതൊന്ന് ഹേതുവായിട്ട് അതല്ലാത്തതിനെ, ബ്രഹ്മമല്ലാത്തതിനെ നേതി നേതി, അല്ലേ, ഇതല്ല അല്ല എന്ന് കണ്ടിട്ട് ഉപേക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ഒരു ഉദ്യമം ശമിച്ചു, വേണ്ടത്ര ആനന്ദം കിട്ടിയില്ല, എന്നാൽ ഇനി ഞാൻ ക്ഷമിക്കണില്ല എന്ന് പറയരുത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു നേതി ഇതല്ല. അപ്പോൾ ഏതാണ് അതിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കണം. അപ്പോൾ ഉപേക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവർ ദേഹാത്മഭാവത്തെ ഉപേക്ഷിച്ചിട്ട്, എന്തിനാ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? ദേഹാത്മഭാവം. ആത്മാവ് ദേഹമല്ല, ആത്മാവ് ദേഹത്തിൻ്റെ ഉള്ളിലാണ് എന്നുള്ള അറിവ് വേണം. അപ്പോൾ ദേഹാത്മഭാവം എന്നുള്ളത് വളരെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. ഉപേക്ഷിച്ചിട്ട് അർഹനായിരിക്കുന്നവൻ്റെ പാദത്തെ, ആരാ അർഹനായിരിക്കുന്നവൻ? ഭഗവാൻ. പാദത്തെ പതേ പതേ ക്ഷണം തോറും നാം, ഓരോ കാൽവെപ്പിലും ഈശ്വരാധീനം വേണമെങ്കിൽ ഈശ്വരനെ സ്മരിക്കണം. എപ്പോഴാണ് വീഴുക എന്ന് പറയാൻ പറ്റുമോ? ഈശ്വരനെ സ്മരിക്കണ ഒരാൾ വീഴില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിന് പ്രമാണം ധ്രുവൻ, പ്രഹ്ലാദൻ. അപ്പോൾ പതേ പതേ ക്ഷണം തോറും ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ചിട്ട്, ഹൃദയം കൊണ്ട് ആശ്ലേഷിക്കാൻ അറിയണം. ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ചാൽ ആശ്ലേഷം അനുഭവിക്കുന്ന ആൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാവില്ല. ഇതങ്ങനെ പറഞ്ഞത്. നോക്കൂ, ഹൃദയത്തിൽ ആരാ? ആത്മാവ്. അപ്പോൾ ഹൃദയം കൊണ്ട് ആരേനെ ആശ്ലേഷിക്കാൻ സാധിക്കുക? ആത്മാവിനെ. ആ ആത്മാവ് സന്തോഷിച്ചു, പിന്നെന്താ വേണ്ടത്? പുരുഷൻ സ്ത്രീനെയോ സ്ത്രീ പുരുഷനെയോ ആശ്ലേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ അതിൽ നിന്ന് ദുഃഖം ഉണ്ടാവുള്ളൂ വിചാരിച്ചാൽ ആ ആശ്ലേഷം ശാരീരികമായിരിക്കണം. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യനെ മാനസികമായിട്ടാണ് ആശ്ലേഷിച്ചത് വെച്ചാലോ ആത്മാവിനെ ആശ്ലേഷിച്ചു എന്നായി. പരമാനന്ദ സ്വരൂപമാണ് അത്. ആ അവസ്ഥ പരമാനന്ദ സ്വരൂപ. ഇപ്പം എനിക്ക് നിങ്ങളെ ഒന്നും കാണണില്ല, അതുകൊണ്ട് എനിക്ക് തുറന്നടിച്ച് പറയണു. കാരണം എന്താ, എനിക്ക് ആശ്രയദോഷം ഉണ്ടാവരുത്. ഞാൻ പറയേണ്ടത് പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് തോന്നാൻ പാടില്ല. അതിന് ഭഗവാൻ തന്നെ എൻ്റെ വായയിൽ വാക്കുകൾ കുത്തിത്തരുന്നു, ഞാനത് പുറത്തേക്ക് ചവച്ചിടണമെന്ന് മാത്രം. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ച് അന്യത്തിൽ സ്നേഹത്തോടു കൂടാത്തവരായിട്ട് ഭഗവാനെ മാത്രമേ മനസ്സുകൊണ്ട് ആശ്ലേഷിക്കാൻ പറ്റൂ.
അപ്പോൾ സ്നേഹത്തോടു കൂടിയത്തവർ, അന്യത്തിൽ ആ വാക്കൊക്കെ, സ്നേഹത്തോടു കൂടാത്തവരായിട്ട് വിഷ്ണുവിനെ സംബന്ധിച്ചിരിക്കുന്ന സ്ഥാനത്തെ ശ്രേഷ്ഠമെന്ന് അറിയുന്നു. ഇപ്പോൾ ബസ്സിൽ തിരക്കുക, ബസ്സിൽ ഒരു സ്ത്രീനെ തിരക്കി, ആ സ്ത്രീ അതൊരു സുഖമാണെന്ന് വിചാരിച്ചാൽ അവൻ നരാധമെന്ന് എനിക്ക് പറയുള്ളൂ. വിഷ്ണുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, സദാനന്ദമാണ്, സദാ ആനന്ദ. അത് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാൻ ആളില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. വേണ്ട, നമ്മൾക്ക് അത് അനുഭവിക്കാമല്ലോ. അപ്പോൾ ശ്രേഷ്ഠമെന്ന് അറിയുന്നു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണം. സത്വാദികളായ ഗുണങ്ങളോ മഹത്തത്വാദികളോ മായ തന്നെയോ അവിടെ ഇല്ലെന്ന് പറഞ്ഞതിന് കാരണം കാണിക്കുന്നു. അവിടെ മായില്ലെങ്കിലല്ലേ വൈഷ്ണവപദം ആയുള്ളൂ. ആത്മാവിനെ അറിവാൻ ആഗ്രഹിക്കുന്നവർ ദേഹാദികളെക്കുറിച്ച് വിചാരം ചെയ്തപ്പോൾ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ ഭാവങ്ങളൊന്നും ആത്മാവല്ലെന്ന് കണ്ടിട്ട് അവയെല്ലാം അനാത്മാക്കളായിട്ട്, ജഡങ്ങളായിട്ട് തള്ളിക്കളഞ്ഞു. ദേഹാദിഭാവങ്ങളിൽ ഉണ്ടായിരുന്ന ആത്മാഭിമാനത്തെ ഈ വിധം പരിത്യജിച്ചിട്ട് ആത്മവ്യതിരിക്തമായ യാതൊന്നിലും, ആത്മാവല്ലാത്ത വേറെ ഒന്നിലും അഭിനിവേശത്തെ വയ്ക്കാതെ, ആസക്തിയില്ലാതെ പൂജ്യനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പാദത്തെ പൂജ ഏൽക്കാൻ സന്നദ്ധനും യോഗ്യനുമാരാ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അത് എവിടുന്നാണ് മനസ്സിലാക്കുക? ഭാഗവതത്തിൽ നിന്ന്. ഭാഗവതത്തിൽ എവിടെയാണത്? പറയാം. ദശമസ്കന്ധത്തിൽ അല്ലേ, പാണ്ഡവന്മാരെ രാജസൂയയാഗം ചെയ്തപ്പോൾ ആരെയാണ് പ്രധാനിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള പ്രശ്നം വന്നു. അപ്പോൾ ആരേനെ തിരഞ്ഞെടുത്തത്? ഭഗവാനെ. അപ്പോൾ ഭാഗവതം ഉപേക്ഷിച്ച ഒരാൾ ഇതര ദേവന്മാരെ ശ്രേഷ്ഠമായിട്ട് കാണില്ല. കാരണം എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനായ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ഇല്ലേ, ചിലവർ പൂതൻ തിറക്കെ കെട്ടിട്ട് കണ്ണോണ്ട് നോട്ടെടുക്കണം, ബ്ലേഡ് എടുക്കണം. പാവങ്ങൾ കള്ള് കുടിച്ച് ബോധമില്ലാതെ കണ്ട് ചരലിൽ കടന്ന് ഉരുളാണ്. നമ്മളെപ്പോഴെങ്കിലും അവരുടെ വ്യഥ മനസ്സിലാക്കിയിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർ വെട്ടിപ്പൊളിച്ച തലയായിട്ട് ഉള്ള സ്ത്രീകൾ, പട്ടുകൊടുത്തിട്ടുള്ള സുന്ദരിമാർ, അവരെങ്ങനെ ഭഗവതിയാണോ? അല്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. അപ്പം പരമാത്മ ചൈതന്യമായിരിക്കുന്ന ശ്രീകൃഷ്ണനിൽ കവിഞ്ഞ് താഴെ ആരെയും പൂജിക്കരുത് എന്നുള്ള അർത്ഥം വരും. അവിടെയാണ് ഇപ്പം പറഞ്ഞു എന്തായി? ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധമായിരിക്കുന്ന എന്താ പറയുക, ഉദയാസ്തമന പൂജ മാറ്റണം. കാരണം എന്താ? അന്ന് ആൾക്കാർ നിയന്ത്രണമുണ്ട് ഉള്ളിൽ തൊഴാൻ. അത് എന്നിട്ട് അടുത്ത മാസത്തേക്ക് മാറ്റണമെന്നോ ഒക്കെ പറയണു. അപ്പോൾ ഭഗവാന്റെ ചൈതന്യവർദ്ധനത്തിന് വേണ്ടി കാലാകാലമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആ ഉദയാസ്തമന പൂജ ആണോ ഭഗവാന്റെ പ്രീതിക്കുള്ളതാണോ, അതോ ഭണ്ഡാരം നിറയണം എന്നുള്ള പ്രീതിക്കാണോ താല്പര്യം? അരുതരുത്, എന്ത്? അധർമ്മം അരുത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞു, എപ്പോഴും ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയാതെ ആ വൈഷ്ണവപദം, ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയാതെ ആ വൈഷ്ണവപദം തന്നെ സർവോത്കൃഷ്ടമെന്ന് അവർ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതിനാൽ ഭാഗവതം പ്രചരിപ്പിക്കുക.
ഭാഗവതം പഠിക്കുക. കാശ് എത്രയല്ല ആവശ്യമുണ്ടോ? എവിടെയും പോണ്ട. ഇനി പോണ്ട കാര്യം പറയാം. വലിയ വലിയ ഈശ്വര സങ്കേതത്തിലേക്ക് പാദചാരേണ ചെല്ലണമെന്നാണ്. ആരാ ചെല്ലേണ്ടത്? നിർമ്മല ബുദ്ധിയുടെ ഉടമസ്ഥന്മാരെ അവിടെ പോവാവൂ, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമലയിൽ പോയിട്ട് മോക്ഷം കിട്ടാത്തത്? ഇപ്പം പോയാൽ മോക്ഷം കിട്ടും. മോക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ജന്മമില്ല, പിന്നെ അവർ 2-ാം കൊല്ലം പോകാൻ പാടുമോ? അപ്പോൾ മോക്ഷം കിട്ടില്ല. മോക്ഷം എന്നുള്ളൊരു അവസ്ഥയാണ്, ആത്മാവിനെ അറിയാന്നുള്ള അവസ്ഥയാണ്. അതിന് ഭാഗവതം പഠിക്കണ്ടേ? ഭാഗവതം പഠിക്കാണ്ട് എങ്ങനെയാണ് മോക്ഷം കിട്ടുക? ഇതാണ് പ്രശ്നം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മായാബാധ അകറ്റിയിരിക്കുന്ന സ്ഥാനം അത് തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. നിരുപാധികമായ ആനന്ദം, ഉപാധികളില്ലാതെ കണ്ടുള്ള ആനന്ദം തന്നെയാണ് വൈഷ്ണവപദമെന്നതിൽ അനുഭവം തന്നെ പ്രമാണം. ആകാശത്തൊന്നുമല്ല, സ്വന്തം ഹൃദയപത്മത്തിലാണ് വൈഷ്ണവപദം. ഇത് മനസ്സിലാക്കണം. സോ കൂൾ, സോ ഓപ്പൺ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി 19ാമത്തെ ശ്ലോകം. ഇത്തം മുനിസ്തൂപുരമേ ഒരു മിനിറ്റ്. ഇത്തം മുനിസ്തദ് ഉപരമേത് വ്യവസ്ഥിതോ. ഞാൻ പാദങ്ങൾ നോക്കിയിട്ടാണ് പറയണം കേട്ടോ. ഇത്തം മുനിസ്തു ഉപരമേ വ്യവസ്ഥിതോ വിജ്ഞാനദൃഗ് വീര്യസുരന്ധിതാശയാം സ്വപാർഷ്ണിനാ അബീഢ്യ ഗുദം തതോ അനിലം സ്ഥാനേഷു ഷട്സൂന്നമയേ ജിതക്ലമാം. ശ്രദ്ധിക്കാം, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത്തം മുനിസ്തു ഉപരമേത് വ്യവസ്ഥിതോ. ഒന്നുകൂടി പറയാം, കാരണം അത് പറഞ്ഞാലേ അറിയുള്ളൂ. ഇത്തം മുനീസ്ത ഉപരമേത് വ്യവസ്ഥിതോ വിജ്ഞാനദൃഗ് വീര്യ സുരന്ധിതാശയ സ്വപാർഷ്ണിന അപീഢ്യ ഗുദം തതോ അനിലം സ്ഥാനേഷു ഷട്സുന്നമയേ ജിതക്ലമാം. മുനിയാകട്ടെ ഇപ്രകാരം നിശ്ചയത്തോടുകൂടിയവനും വിജ്ഞാനത്താൽ ശാസ്ത്രാഭ്യാസത്താൽ ശാസ്ത്രം അഭ്യസിക്കാണ്ട് ജ്ഞാനം എങ്ങനെ ഉണ്ടാവുക? ഭക്തിജ്ഞാന വിരാഗം അല്ലേ? ശാസ്ത്രാഭ്യാസത്താൽ സിദ്ധിച്ചതായ കണ്ണാകുന്ന അറിവിൻ്റെ വീര്യത്താൽ നല്ലവണ്ണം ഹനിക്കപ്പെട്ട വിഷയവാസനകളോടുകൂടിയവനായിട്ട്. എന്തിനാ ഹനിക്കണത്? വിഷയവാസനകളോട് കൂടിയവനുമായിട്ട് ഉപരമിക്കണം, രക്ഷപ്പെടണം. തൻ്റെ കുതികാൽ കൊണ്ട് ഗുദത്തെ നന്നായി അടച്ച് രോധിച്ചിട്ട് അവിടെ നിന്ന് വായുവിനെ 6 സ്ഥാനങ്ങളിൽ. അത് ക്ഷേത്രത്തിൽ പറ്റുമോ? ഇല്ല, അവരവരിലാണ്. കുതികാലുകൊണ്ട് ഗുദത്തെ അടച്ച് തൻ്റെ ശക്തിയെ സഹസ്രപത്മത്തിലേക്ക് എത്തിക്കണം. അതിനാണ് പ്രാണായാമം. അപ്പോൾ തൻ്റെ കുതികാൽ കൊണ്ട് ഗുദത്തെ നന്നായി രോധിച്ചിട്ട് അവിടെ നിന്ന് വായുവിനെ 6 സ്ഥാനങ്ങളിൽ പ്രയാസം കൂടാതെ കയറ്റണം. അത് ഗുരുവിന് സാധിക്കില്ല, ശിഷ്യന്മാരെന്നെ ശ്രമിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ക്രിയാഫലം ചെയ്തിട്ടില്ലെങ്കിലും
അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി, ഭാവം ഉണ്ടായാൽ മതി. ഞാൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഞാനങ്ങോട്ട് തീരുമാനിച്ചാൽ ഞാൻ വിജയിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് അവിടെയുള്ള സുഖഭോഗങ്ങളെ അനുഭവിക്കണമെന്നുള്ള ആശയില്ലാത്ത മുനി. അപ്പോൾ ഈ 7 സ്റ്റാർ ഹോട്ടലിൽ പോണച്ച കാശ് വേണ്ടേ? അതിനേക്കാൾ നല്ലത് ഒരു കുടിലിലെ കഞ്ഞിയും കൂഴും കഴിച്ച് കിടന്നുറക്കം വരും. അവിടെ കാശും കൊടുക്കണം, കൊടുത്ത കാശ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോരും വേണം. അത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പോൾ സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് അവിടെയുള്ള സുഖഭോഗങ്ങളെ അനുഭവിക്കണമെന്നുള്ള ആശയില്ലാത്ത മുനി മുകളിൽ പറഞ്ഞ വിധം ദേഹാദികളിലുള്ള ആത്മഭാവത്തെ നിശേഷം വിട്ട് ബ്രഹ്മഭാവത്തെ പ്രാപിച്ചിട്ട് ശാസ്ത്രാഭ്യാസത്താൽ സിദ്ധിച്ച അറിവിൻ്റെ ബലത്താൽ പുനർജന്മകാരണമായിരിക്കുന്ന സകല വാസനകളെയും മൂലത്തോട് നശിപ്പിച്ച് സംസാരത്തിൽ നിന്നുള്ള പരമ ഉപരതിയെ പ്രാപിക്കണം. ഉപരതി ഇതിൽ രതിക്കരുത്, ഉപരമായിട്ട്. സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് വിദേഹ കൈവല്യത്തെ പ്രാപിക്കണം. ദേഹമില്ലാത്തൊരവസ്ഥ. എങ്ങനെയാണ് ദേഹത്തെ ഉപേക്ഷിക്കേണ്ടത് എന്നതിനെ പറയുന്നു. യോഗാഗ്നിയിൽ അപ്പോൾ സതീദേവിക്ക് മാത്രമല്ല ശരീരം ചാമ്പലാക്കാൻ പറ്റുള്ളൂ, ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റും. അതാണ് യോഗാഗ്നിയിൽ ദേഹത്തെ ഭസ്മമാക്കണം എന്നാണ് പറവാൻ പോകുന്നത്. യോഗം അഭ്യസിച്ചിട്ടുള്ളതിനെ ഇവിടെ പ്രകാശിപ്പിക്കണം. അഭ്യസിക്കാത്തത് എന്താ ചെയ്യുക? സ്ഥിരമായ ആസനത്തിലിരുന്ന് കുതികാൽ കൊണ്ട് ഗുദത്തെ അടച്ച് അപാനവായുവിൻ്റെ കീഴ്ഗതിയെ ബലമായി തടഞ്ഞ ശേഷം മൂലാധാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ബലാത്കാരത്തെ ഉപയോഗിക്കാതെ, ബലാത്കാരാവരുത്, അറ്റ് ഈസ്. പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏത്? മൂലാധാരം, മണിപുരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ബ്രഹ്മരന്ധ്രം എന്നീ 6 സ്ഥാനങ്ങളിൽ ഓരോന്നിൽ നിന്നും മെല്ലെ മെല്ലെ മേൽക്കുമേൽ വായുവിനെ കയറ്റണം. അവിടെ നിർത്താം. ഇത് ആർക്കും ആവാം. ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ഇനി അന്യജാതിയിലുള്ളവർക്കും ആവാം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് അനാദികാലം പറഞ്ഞതാ. പിന്നെ പല ജാതികളും പിന്നെ വന്നിട്ടുണ്ടല്ലോ. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാമൊക്കെ പിന്നെ വന്നതല്ലേ. ആര് എന്ത് ചെയ്യണോ അതിൻ്റെ ഫലം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ചിലവരുണ്ട്, ആടിനെ ഇങ്ങോട്ട് വെട്ടിയിട്ട് ആടിൻ്റെ തല ഭഗവതിയുടെ സ്റ്റാച്ചുവിൻ്റെ നാവിൽ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് രക്തം ഒഴിച്ചിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതിനാണ് രതി. ഞാനെന്ത് ചെയ്യും? ശ്രേഷ്ഠമായിട്ടുള്ളത് നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ എല്ലാ ഉപാസനയുടെയും ബേസ് അഹിംസ പരമോ ധർമ്മ എന്നുള്ളത് അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാദിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ജന്മസാഫല്യത്തിന് വ്യത്യാസം വരും. ഞാൻ പറഞ്ഞതുകൊണ്ടായില്ല, എനിക്ക് സാഫല്യമുണ്ട്. ഞാനിതിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ എക്സ്പെർട്ട് അല്ലെങ്കിലും കാര്യം എനിക്കറിയാം. എനിക്ക് ഭഗവാനോട് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എത്ര ജന്മം എടുത്താലും ശ്രീകൃഷ്ണ പാദാരവിന്ദത്തിൽ രതി ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. ആര് ചവിട്ടി മെതിച്ചാലും ശരി. എന്നെ എത്ര ആൾ ചവിട്ടി മെതിച്ചിട്ടുണ്ട്, തിരക്കിലല്ല, സമൂഹത്തിൽ, കുടുംബത്തിൽ. എന്തിനപ്പം അധികം പറഞ്ഞത്? കുടുംബത്തിൽ. പക്ഷേ ഇപ്പം അവരൊക്കെ തോറ്റു. അവർ തോറ്റു വെച്ചാൽ ഞാൻ ജയിച്ചു. അതെങ്ങനെ? ആമയും മുയലും കൂടി ഓടി ആരാ ജയിക്കുക? ആമ. ഞാൻ ആമയാണ്. അവരെ മുയലാണ്, അവർ ക്ഷീണിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പിരിറ്റിൽ ഇത് പറയണത്. എന്താ കാര്യം? ഇതിനെ അനുവർത്തിച്ച് വന്നാൽ, ഇതിനെ അനുകൂലിച്ചാൽ, അനുകരിച്ചാൽ 3 വട്ടം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.